ജാവയിലെ if else കൺസ്ട്രക്ട്സ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച്. വിവിധ തരത്തിലുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, ജാവ പ്രോഗ്രാമിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110, JDK 1.6, എക്ലിപ്സ് 3.7.0. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി ജാവയിലെ അരിത്മെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ ഓപ്പറേറ്റർസ് അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ കോഡിൽ പലപ്പോഴും ചില പ്രത്യേക അവസ്ഥകളിൽ പ്രത്യേക പ്രവൃത്തി ചെയ്യേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഉപകരിക്കും. പ്രോഗ്രാം എക്സിക്യൂഷന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകളാണ്. ജാവയിലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്: if സ്റ്റേറ്റ്മെന്റ്, if else സ്റ്റേറ്റ്മെന്റ്, if elsif സ്റ്റേറ്റ്മെന്റ്, nested if സ്റ്റേറ്റ്മെന്റ്, switch സ്റ്റേറ്റ്മെന്റ്. ഈ ട്യൂട്ടോറിയൽ if else, if elsif സ്റ്റേറ്റ്മെന്റ്സ് വിശദമായി പരിശോധിക്കുന്നു. ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുവാൻ if സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. ഇതിനെ സിംഗിൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു. if സ്റ്റേറ്റ്മെന്റിന്റെ ഘടന: if സ്റ്റേറ്റ്മെന്റിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ ഫാൽസെ ആണെങ്കിൽ ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. if സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതെങ്ങനെ എന്ന് ഉദാഹരണത്തിലൂടെ നോക്കാം. എക്ലിപ്സിലേക്ക് പോകുന്നു. ഒരു വ്യക്തി മൈനർ ആണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള പ്രോഗ്രാം എഴുതുന്നു. person എന്ന ക്ലാസ് നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. മെയിൻ methodനുള്ളിൽ ഏജ് എന്ന ഇന്റ് ടൈപ്പിലുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് ഏജ് is equal to 20 സെമിക്കോളൻ. ഇപ്പോൾ if സ്റ്റേറ്റ്മെന്റ് എഴുതാം. അടുത്ത വരിയിൽ if ബ്രാക്കറ്റിനുള്ളിൽ ഏജ് ലെസ് താൻ 21 കർലി ബ്രാക്കറ്റ് തുറന്ന് എന്റർ കൊടുക്കുക. ഇവിടെ ഏജ് 21നേക്കാൾ ചെറുതാണോ എന്ന് പരിശോധിക്കുന്നു. ബ്രാക്കറ്റിനുള്ളിലുള്ളതെല്ലാം if ബ്ലോക്കിന്റെ ഭാഗമാണ്. അതിനാൽ ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ the person is minor സെമിക്കോളൻ. ഇവിടെ ഏജ് 21നേക്കാൾ ചെറുതാണെങ്കിൽ the person is minor എന്ന് കാണിക്കുന്നു. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ട് the person is minor എന്ന് കിട്ടുന്നു. ഇവിടെ വ്യക്തിയുടെ പ്രായം 20 ആണ്. അത് 21നേക്കാൾ ചെറുതായതിനാലാണ് ഔട്ട്പുട്ട് the person is minor എന്ന് കിട്ടിയത്. if else സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പഠിക്കാം. ഒന്നിന് പകരം മറ്റ് സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് if else സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. ഇതും ഒറ്റ കണ്ടീഷനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളത് തന്നെയാണ്. if else സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനുള്ള ഘടന നോക്കാം. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോഡിന്റെ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോഡിന്റെ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒരു പ്രോഗ്രാമിൽ എങ്ങനെ if else സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമെന്ന് നോക്കാം. എക്ലിപ്സിലേക്ക് പോകട്ടെ. ഒരു വ്യക്തി മൈനർ ആണോ മേജർ ആണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള പ്രോഗ്രാം എഴുതുന്നു. മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് ഏജ് is equal to 25. എന്നിട്ട് if ബ്രാക്കറ്റിനുള്ളിൽ ഏജ് ഗ്രീറ്റർ താൻ 21 കർലി ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ the person is major. അടുത്ത വരിയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക എൽസെ കർലി ബ്രാക്കറ്റിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ the person is minor സെമിക്കോളൻ. ഇവിടെ ഏജ് 21നേക്കാൾ കുറവാണെങ്കിൽ the person is minor എന്ന് കാണുന്നു. അല്ലെങ്കിൽ the person is major എന്ന് കാണുന്നു.
ഇപ്പോൾ പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യാം. നമുക്ക് ഔട്ട്പുട്ട് പെർസൻ ഈസ് മേജർ എന്ന് കിട്ടുന്നു. ഇവിടെ വ്യക്തിയുടെ പ്രായമായ 25 21നേക്കാൾ വലുതാണ്. അതുകൊണ്ട് the person is major എന്ന ഔട്ട്പുട്ട് പ്രോഗ്രാം നൽകുന്നു. ഇഫ് എൽസിഫ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള രണ്ട് കണ്ടീഷനുകൾക്ക് അനുസൃതമായി വിവിധ സ്റ്റേറ്റ്മെന്റ് സെറ്റുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ കണ്ടീഷനുകൾ ചേർക്കുവാനും കഴിയും. ഇതിനെ ബ്രാഞ്ചിംഗ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നും വിളിക്കുന്നു. ഇഫ് എൽസിഫ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനുള്ള ഘടന നോക്കാം. if സ്റ്റേറ്റ്മെന്റ് ആദ്യം കണ്ടീഷൻ 1 പരിശോധിക്കുന്നു. കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ ഇത് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ കണ്ടീഷൻ 2 പരിശോധിക്കുന്നു. കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു. ട്രൂ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 അല്ലെങ്കിൽ ബ്ലോക്ക് കോഡ് 3 എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ രീതിയിൽ if else ബ്ലോക്സ് ഉപയോഗിച്ച് കോഡ് ദീർഘിപ്പിക്കുവാനും കഴിയുന്നു. ഓരോ ബ്ലോക്കിനും അതിനുവേണ്ടിയുള്ള കണ്ടീഷൻസ് ഉണ്ടാകും. ഇത് ശരിയായ കണ്ടീഷൻ കണ്ടെത്തുമ്പോൾ ബന്ധപ്പെട്ട കോഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. എല്ലാ കണ്ടീഷനുകളും തെറ്റാണെങ്കിൽ അവസാനത്തെ elseന്റെ ഭാഗം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒരു പ്രോഗ്രാമിൽ എങ്ങനെ if elsif സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമെന്ന് നോക്കാം. എക്ലിപ്സിലേക്ക് പോകട്ടെ. സ്റ്റുഡന്റ് എന്ന് പേരുള്ള ക്ലാസ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു സ്റ്റുഡന്റിന്റെ ഗ്രേഡ് അയാളുടെ സ്കോർ പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്നതിനുള്ള പ്രോഗ്രാം എഴുതുന്നു. മെയിൻ മെത്തോഡിനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് സ്പേസ് ടെസ്റ്റ്സ്കോർ ഈക്വൽ ടു 70 സെമിക്കോളൻ. സ്കോർ പെർസെന്റേജ് ലഭിക്കുന്നതിനായി ടെസ്റ്റ്സ്കോർ എന്ന ഇൻപുട്ട് വേരിയബിൾ ഉപയോഗിക്കുന്നു. അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക if ബ്രാക്കറ്റിനുള്ളിൽ ടെസ്റ്റ്സ്കോർ ലെസ് താൻ 35 കർലി ബ്രാക്കറ്റിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ C ഗ്രേഡ് സെമിക്കോളൻ. ടെസ്റ്റ്സ്കോർ 35ൽ കുറവാണെങ്കിൽ പ്രോഗ്രാം C ഗ്രേഡ് എന്ന് കാണുന്നു. അടുത്ത വരിയിൽ എൽസ് ടൈപ്പ് ചെയ്യുക. അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക if ബ്രാക്കറ്റിനുള്ളിൽ ടെസ്റ്റ്സ്കോർ ഗ്രീറ്റർ താൻ ഓർ ഈക്വൽ ടു 35 ആൻഡ് ടെസ്റ്റ്സ്കോർ ലെസ് താൻ ഓർ ഈക്വൽ ടു 60. കണ്ടീഷൻ മൊത്തത്തിൽ ഒറ്റ ബ്രാക്കറ്റിന് ഉള്ളിലാക്കുക. കർലി ബ്രാക്കറ്റ് തുറന്നിട്ടതിന് ശേഷം എന്റർ കൊടുക്കുക. ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ B ഗ്രേഡ് സെമിക്കോളൻ. ഇവിടെ പ്രോഗ്രാം രണ്ടാമത്തെ കണ്ടീഷൻ പരിശോധിക്കുന്നു. ടെസ്റ്റ്സ്കോർ 35നും 60നും ഇടയിലാണെങ്കിൽ പ്രോഗ്രാം B ഗ്രേഡ് എന്ന് കാണിക്കുന്നു. അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക എൽസ് കർലി ബ്രാക്കറ്റുകൾക്കുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റുകൾക്കുള്ളിൽ ഡബിൾ quotesൽ A ഗ്രേഡ് സെമിക്കോളൻ. അവസാനമായി രണ്ട് കണ്ടീഷനുകളും ഫാൽസ് ആണെങ്കിൽ പ്രോഗ്രാം A ഗ്രേഡ് കാണിക്കുന്നു. കോഡ് സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ട് A ഗ്രേഡ് എന്ന് കിട്ടുന്നു. ഈ പ്രോഗ്രാമിൽ സ്റ്റുഡന്റിന്റെ സ്കോർ 70 ആണ്. അതിനാൽ ഔട്ട്പുട്ട് A ഗ്രേഡ് എന്ന് കിട്ടുന്നു. ടെസ്റ്റ്സ്കോർ 55 ആക്കുക. പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക. ഇവിടെ ഔട്ട്പുട്ട് B ഗ്രേഡ് എന്ന് കിട്ടുന്നു. നമുക്ക് കണ്ടീഷൻസിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും. B ഗ്രേഡ് ഔട്ട്പുട്ടിന്റെ ഭാഗത്തിന് ശേഷം ഒരു കണ്ടീഷൻ കൂടി ചേർക്കാം. അതിനായി ടൈപ്പ് ചെയ്യുക എൽസ് അടുത്ത വരിയിൽ if ബ്രാക്കറ്റിനുള്ളിൽ ടെസ്റ്റ്സ്കോർ ഗ്രീറ്റർ താൻ ഓർ ഈക്വൽ ടു 60 ആൻഡ് ടെസ്റ്റ്സ്കോർ ലെസ് താൻ ഓർ ഈക്വൽ ടു 70. കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്റർ കൊടുക്കുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ O ഗ്രേഡ് സെമിക്കോളൻ.
ഇവിടെ ടെസ്റ്റ് സ്കോർ 60നും 70നും ഇടയിലാകുമ്പോൾ പ്രോഗ്രാം O ഗ്രേഡ് എന്ന് കാണിക്കുന്നു. ഇപ്പോൾ ടെസ്റ്റ് സ്കോർ 70 ആക്കുക. ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ട് നോക്കാം. പ്രോഗ്രാം ഔട്ട്പുട്ട് O ഗ്രേഡ് എന്ന് കാണിക്കുന്നു. നേരത്തേലത്തെ പോലെ ഇത് A ഗ്രേഡ് അല്ല. ടെസ്റ്റ് സ്കോർ 70ൽ കൂടുതലാകുമ്പോൾ പ്രോഗ്രാം A ഗ്രേഡ് നൽകുന്നു. കണ്ടീഷണൽ സ്ട്രക്ചർസ് കോഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം സെമിക്കോളൻ ഇടാൻ ശ്രദ്ധിക്കുക. എന്നാൽ കണ്ടീഷന് ശേഷം സെമിക്കോളൻ ഇടരുത്. കോഡിന്റെ ബ്ലോക്ക് കർലി ബ്രാക്കറ്റുകൾക്കുള്ളിൽ ആക്കുക. ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ കർലി ബ്രേസസ് നിർബന്ധമല്ല. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വിശദീകരിച്ചു. പലതരത്തിലുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് പരിചയപ്പെട്ടു. എന്നിട്ട് if, if-else, if-elsif എന്നിവ ജാവ പ്രോഗ്രാമുകളിൽ ഉപയോഗിച്ചു. അസൈൻമെന്റ്: if, if-else, if-elsif സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് താഴെ പറയുന്ന ജാവ പ്രോഗ്രാമുകൾ എഴുതുക. രണ്ട് മൂല്യങ്ങൾ താരതമ്യം ചെയ്യാനുള്ള ജാവ പ്രോഗ്രാം if സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എഴുതുക. ഒരു സംഖ്യ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ജാവ പ്രോഗ്രാം എഴുതുക. സൂചന: if-else സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക. 3 സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്താനുള്ള ജാവ പ്രോഗ്രാം എഴുതുക. സൂചന: if-elsif സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.